ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിപ്പോൾ പാസ് 1 2 പാസ് അസംബ്ലറിലെ പാസ് 1 അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ നോക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സിഗ്ബാർ എക്സ് പ്രോഗ്രാമാണ്. അതിൽ ആൽഫയും ബീറ്റ എന്നുള്ള രണ്ട് വേരിയബിൾസിലെ കണ്ടൻറ്റ് തമ്മിൽ എന്താ ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ റിസൾട്ട് ഗാമയിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു സിമ്പിൾ സിഗ്ബാർ എക്സ് പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെയാണ് അസംബ്ലർ അതിൻ്റെ പാസ് 1 എക്സിക്യൂട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു ഇൻപുട്ട് പ്രോഗ്രാം ഉണ്ടായിരിക്കും. ഇത് നമ്മുടെ ഇൻപുട്ടാണ്. പിന്നെ ഓരോ പ്രോഗ്രാമിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ ഓപ്പറേഷണൽ കോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഓപ്പ് കോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാലിഡ് ഓപ്പ് കോഡാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വി ആർ ഹാവിങ് എൻ ഓപ്പറേഷണൽ ഓപ്പ് കോഡ് ടേബിൾ കാണും അല്ലേ, ഒ പി ടാബ്. ഓപ്പ് കോഡ് ടേബിളിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ആകെ എത്ര ഇൻസ്ട്രക്ഷൻസ്, എത്ര ഓപ്പ് കോഡ് യൂസ് ചെയ്തിട്ടുണ്ട്, നോർമലി ലോഡ്, മൾട്ടിപ്ലിക്കേഷൻ, സ്റ്റോർ ഒക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നോർമലി ഉള്ള ഓപ്പ് കോഡ് ടേബിളിൽ എന്ത് കാണും, എല്ലാ സെറ്റ് ഓഫ് ഓപ്പറേഷണൽ കോഡ്സും കാണും, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ. ഓക്കെ, ഓപ്പ് കോഡും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ. നിങ്ങൾക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തരുവാണെന്നുണ്ടെങ്കിൽ അവർ സ്പെസിഫിക് ആയിട്ട് പറയും എൽ ഡി എയുടെ കറസ്പോണ്ടിങ്. ഇപ്പോൾ എൽ ഡി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എൽ ഡി എയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാ കോഡ് എന്താണ്, മൾട്ടിപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ്റെ കോഡ് എന്താണ്, അതുപോലെ തന്നെ ഇപ്പം അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ എസ് ടി എ ആണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ കോഡ് എന്താണെന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസിനകത്ത് തന്നിരിക്കും. അതുകൊണ്ട് നമ്മളിത് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു എക്സാമ്പിൾ എഴുതി വർക്കൗട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് 1 or 2 or 3 ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഓപ്പ് കോഡ്സ് കൊടുത്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത്, ഇതാണ് നമ്മുടെ ഇൻപുട്ട് സെഷൻ എന്ന് പറയുന്നത്, നമ്മുടെ പ്രോഗ്രാം. അത് നമ്മുടെ കയ്യിലുണ്ട്. ദെൻ ഓപ്പ് കോഡ് ടേബിളുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഓപ്പറേഷണൽ കോഡ്സ് ആണോ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാസ് 1 നമുക്ക് എന്താണ് ഈ ഇൻപുട്ട് സപ്ലൈ ചെയ്യുമ്പോഴേക്കും നമ്മുടെ അസംബ്ലർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് നോക്കാം. ഓക്കെ, സോ പാസ് 1 ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് ആൻ ഇൻ്റർമീഡിയറ്റ് ഫയൽ. ഒരു ഇൻ്റർമീഡിയറ്റ് ഫയലും ഉണ്ടായിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ടേബിളും എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും. ആഫ്റ്റർ പാസ് 1 കഴിയുമ്പോഴേക്കും ഒരു ഇൻ്റർമീഡിയറ്റ് ഫയലും ഒരു സിമ്പിൾ ടേബിളുമാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇൻപുട്ട് പ്രോഗ്രാമുമായിട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ ഇൻപുട്ട് പ്രോഗ്രാമും നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ഫയലും തമ്മിൽ ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിഫറൻസ് കാണുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ലൈൻ പ്രോഗ്രാമിൻ്റെ പേര്, ഇത് പ്രോഗ്രാമിൻ്റെ പേരാണ് പ്രോഗ്രാം 1 കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കൊടുത്തേക്കുന്നത് നമ്മുടെ ഇൻസ്ട്രക്ഷൻ, അതായത് ഇവിടെ സ്റ്റാർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഒരു ലൊക്കേഷൻ തന്നിട്ടുണ്ട്. എപ്പോഴും നമുക്കറിയാം ഒരു പ്രോഗ്രാമിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു സിഗ്ബാർ എക്സ് പ്രോഗ്രാം ആയിക്കോട്ടെ, സിഗ് പ്രോഗ്രാം ആയിക്കോട്ടെ, എന്ത് എഴുതുന്ന സമയത്തും ബിഗിൻ ചെയ്യുന്നത് എന്തായിരിക്കും, സ്റ്റാർട്ടിലായിരിക്കും. എൻഡ് ചെയ്യുന്നത് എന്തായിരിക്കും, എൻഡ് സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കും അല്ലേ. എന്നിട്ട് സ്റ്റാർട്ടിനെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ലൊക്കേഷൻ എവിടെ നിന്ന് ബിഗിൻ ചെയ്യണോ അതിൻ്റെ ഇനീഷ്യൽ അഡ്രസ്സ് നമ്മൾ കൊടുത്തോളും. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത് എത്രയാണ്, 1000 ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ എൻഡ് ചെയ്യുന്ന സമയത്തും ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ് ലൊക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാം ഈസ് എൻഡിങ് അപ്പ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. കുഴപ്പമില്ലല്ലോ. ഈ പ്രോഗ്രാം 1 എന്നുള്ളത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേരാണ്, നമ്മൾ കൊടുക്കുന്ന ലേബലാണ് ആണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിഗ് പ്രോഗ്രാമിൽ നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 കോളംസ് കാണാം അല്ലേ. ഫസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ലേബിൾസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പ് കോഡ്സ് വരും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറാൻസ് വരും അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമുക്ക് എന്ത് കൺവേർട്ട് ചെയ്യേണ്ടത്, നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ഫയലിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കുവാണെങ്കിൽ ഈ 3 സെക്ഷൻസും അതേപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ഫയൽ വന്നിട്ടുണ്ട്. സോ ഇത്രയും നോക്കുവാണെങ്കിൽ നമ്മളുടെ ഇൻ്റർമീഡിയറ്റ് ഫയലും നമ്മുടെ ഇൻപുട്ട് പ്രോഗ്രാമും തമ്മിൽ ഒരു ഡിഫറൻസ് നമുക്ക് കാണാനില്ല അല്ലേ. അവിടെ ആകെ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് എന്താണ്, ഈ ഓരോ ലൈൻസിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്രസ് വാല്യൂസ് അസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സ് മാത്രമാണ് ഇവിടെ നടക്കുന്നത്, ഇൻ്റർമീഡിയറ്റ് ഫയലിൽ നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം ശരിക്കും നോക്കി ഇതിൻ്റെ ഒരു റെപ്ലിക്ക, അതായത് നമ്മുടെ ഇൻപുട്ട് പ്രോഗ്രാമിൻ്റെ ഒരു റെപ്ലിക്ക തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇൻ്റർമീഡിയറ്റ് ഫയലിലും ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ സിമ്പിൾ ടേബിൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്തേക്കുന്ന സിമ്പിൾസ് അല്ലേ, അത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ലേബിൾസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ആരാണ്, ആൽഫ, ബീറ്റ, ഗാമ, 3 വേരിയബിൾസാണ് വന്നിരിക്കുന്നത്. ആ 3 വേരിയബിൾസും വന്നിട്ടുണ്ട്. പ്ലസ് അവരുടെ ഓരോരുത്തരെയും നമ്മൾ ഏത് ലൊക്കേഷനിലാണോ ആ വേരിയബിൾസിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യുന്നത് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ് ഇൻഫർമേഷനും എവിടെയുണ്ട്, നമ്മളുടെ ഈ ഒരു സിമ്പിൾ ടേബിളിൽ കാണും. അപ്പോൾ സിമ്പിൾ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന എല്ലാ ലേബിൾസും എല്ലാ വേരിയബിൾസും. ഓക്കെ, അതും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ് ഇൻഫർമേഷൻ. ആൽഫ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, 1009. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ് വാല്യൂ. ദെൻ ബീറ്റ എവിടെ പ്ലേസ് ആയിരിക്കുന്നത്, 100C. സോ 10C എന്നുള്ള അഡ്രസ് ഇൻഫർമേഷൻ. ഗാമ എവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്, 100F. സോ അതിൻ്റെ അഡ്രസ് ഇൻഫർമേഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ട ഔട്ട്പുട്ട്. ഓക്കെ, സോ അപ്പോൾ ഈ ഇൻപുട്ടിനെ നമുക്ക് എങ്ങനെ ഔട്ട്പുട്ടാക്കി മാറ്റാം എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടെന്നും എന്താണ് നമുക്ക് വേണ്ട ഔട്ട്പുട്ടെന്നും ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഇപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കൺവേർഷൻ പ്രോസസ്സ് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ ഫസ്റ്റ് ഇൻ്റർമീഡിയറ്റ് ഫയൽ എങ്ങനെ ജനറേറ്റ് ചെയ്തതെന്ന് നോക്കാം. ഓക്കെ,
അപ്പോൾ ഇൻറ്റർമീഡിയറ്റ് ഫയൽ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അസംബ്ലർ ഫസ്റ്റ് നമ്മുടെ ലൈൻ ഓഫ് കോഡ് അല്ലെങ്കിൽ നമ്മുടെ ഇൻപുട്ട് പ്രോഗ്രാമിനെ നോക്കുന്ന സമയത്ത് ഇഫ് അതൊരു സ്റ്റാർട്ട് എന്നുള്ളൊരു ലേബലാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാർട്ട് എന്നുള്ളതാണ് നമ്മളുടെ ഓപ്പ് കോഡിൻ്റെ സെഷനിൽ സ്റ്റാർട്ടാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യും, ആ ലൈനെ അതേപോലെ തന്നെ എന്ത് ചെയ്യും, കോപ്പി ചെയ്ത് എവിടെ എഴുതും, ഇൻറ്റർമീഡിയറ്റ് ഫയലിലേക്ക് എഴുതും. എവിടെ എഴുതും, ഇൻറ്റർമീഡിയറ്റ് ഫയലിലേക്ക് എഴുതും. നോക്കിക്കേ, ഈ ഫസ്റ്റ് ലൈനിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഒരു മാറ്റവും വന്നിട്ടില്ല. അത് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇൻറ്റർമീഡിയറ്റ് ഫയലിലേക്ക് നമ്മൾ കോപ്പി ചെയ്ത് എഴുതും. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ പ്രൊസീഡ് ചെയ്ത് നെക്സ്റ്റ് ലൈനിലേക്ക് പോകും. നെക്സ്റ്റ് ലൈനിലേക്ക് പോകുന്ന സമയത്ത് ഇനിയുള്ള എല്ലാ സെക്ഷൻസിലും നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, അഡ്രസ് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ ഇൻഫർമേഷൻ അല്ലേ, നമ്മൾ LOC-CTR ലൊക്കേഷൻ കൗണ്ടർ ആണല്ലോ നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യുന്ന വാല്യൂ. ആ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ അപ്ഡേഷൻസ്, ആ ലൊക്കേഷൻ കൗണ്ടറിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ, ദെൻ ഓരോ ഇൻസ്ട്രക്ഷൻസും നമ്മൾ ആക്സസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിന് വരുന്ന അപ്ഡേറ്റഡ് വാല്യൂ ഒക്കെ നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, ഈ ഇൻറ്റർമീഡിയറ്റ് ഫയലിൽ നമുക്ക് മെൻഷൻ ചെയ്യണം. അപ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ഇൻപുട്ട് പ്രോഗ്രാമിൻ്റെ സെക്ഷൻ എന്തായിട്ട് മാറും, ഇൻറ്റർമീഡിയറ്റ് ഫയലായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആദ്യം കാണുന്ന ഇൻസ്ട്രക്ഷൻ എന്താണ്, LDA ആൽഫ അല്ലേ. അപ്പം ആൽഫയിലെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, അക്യുമുലേറ്ററിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുവാണ്. അപ്പോൾ നോക്കുന്ന സമയത്ത് ആദ്യം അസംബ്ലർ ചെക്ക് ചെയ്യുന്ന എന്താണ്, വെദർ ഈ ഒരു ഓപ്പ് കോഡ് കറക്റ്റാണ്, ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഓപ്പ് കോഡാണോ നമ്മൾ ഇൻസ്ട്രക്ഷനിൽ യൂസ് ചെയ്തേക്കുന്നത് നോക്കും. അതിനുവേണ്ടി നമ്മളുടെ ഇതിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്, നമ്മുടെ അസംബ്ലറിനെ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്, OP ടേബിളുണ്ട്, ഓപ്പ് കോഡ് ടേബിളുണ്ട്. അപ്പോൾ OP ടാബിൽ നോക്കുന്ന സമയത്ത് LDA ഉണ്ട്, ഇറ്റ്സ് എ വാലിഡ് ഇൻസ്ട്രക്ഷൻ, ഒരു ഓപ്പ് കോഡ് ഇതൊരു വാലിഡ് ഇൻസ്ട്രക്ഷൻ ആണെന്നുള്ളത് കൺവേ ആയി, അതിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ കോഡ് അവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേജിൽ പാസ് 1ൽ നമ്മൾ ഒരിക്കലും ഈ ഓപ്പറാൻസിനെ നമ്മൾ ഡീൽ ചെയ്യുന്നതേ ഇല്ല. ഈ ഓപ്പറാൻസിനെ നമ്മളൊന്നും ചെയ്യത്തില്ല. ആ ഓപ്പറാൻസിനെ അതേപോലെ തന്നെ നമ്മളെടുത്ത് കോപ്പി ചെയ്ത് വെക്കത്തതേ ഉള്ളൂ. അതിന് നമ്മൾ ഡീൽ ചെയ്യത്തില്ല. മനസ്സിലാവുന്ന ഡീൽ ഇൻ ദ സെൻസ് വാട്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കോഡിനെ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നതേ ഇല്ല. അതേസമയം പാസ് 2ലേക്ക് പോകുമ്പോഴാണ് ഇവർക്കെല്ലാം റോൾ ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ എന്താ നോക്കുന്നത്, ഈ ഓരോ ഓപ്പ് കോഡ് നോക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് ലൊക്കേഷൻ കൗണ്ടർ, ആ ഓരോ ഇൻസ്ട്രക്ഷനും അനുസരിച്ചിട്ട് ലൊക്കേഷൻ കൗണ്ടറിനെ അപ്ഡേറ്റ് ചെയ്തിട്ട് ആ ഇൻഫർമേഷൻ നമ്മുടെ ഇൻറ്റർമീഡിയറ്റ് ഫയൽ എഴുതി വയ്ക്കുക മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പാസ് 1ൽ ചെയ്യുന്നത്. അലോങ് വിത്ത് ദാറ്റ് നമ്മൾ ആരെയും കൂടെ മാനേജ് ചെയ്യുന്നുണ്ട്, സിമ്പിൾ ടേബിളും കൂടെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ഫസ്റ്റിലത്തെ ഇൻസ്ട്രക്ഷൻ എന്താണ്, LDA ആണ്. അവിടെ നമുക്കൊരു വാലിഡ് ഇൻസ്ട്രക്ഷനാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാ കോഡുണ്ട്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ LDAയെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സിമ്പിൾ ടേബിളിലേക്ക് പ്ലേസ് ചെയ്യണം അലോങ് വിത്ത് വാട്ട്, നമ്മളുടെ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ ഇനീഷ്യൽ വാല്യൂ. നമുക്കറിയാം നമ്മുടെ പ്രോഗ്രാം ബിഗിൻ ചെയ്യുന്ന എവിടെയാണ്, 1000ലാണ്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എക്സിക്യൂട്ടഡ് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ ഇനീഷ്യലി എന്താണ്, 1000 ആണ്, 100. സോ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഇൻസ്ട്രക്ഷനെ പ്ലേസ് ചെയ്യും ആണല്ലോ. അപ്പോൾ LDA ആൽഫ അത് നമ്മുടെ വാലിഡ് ഇൻസ്ട്രക്ഷൻ ആണെന്ന് നമ്മുടെ ഓപ്പ് കോഡ് ടേബിളിൽ നോക്കിയപ്പോഴേക്കും മനസ്സിലായി. സോ നമ്മളതിനെ അതേപോലെ തന്നെ കോപ്പി എടുത്ത് എവിടെ വെച്ചു, ഇൻറ്റർമീഡിയറ്റ് ഫയലിലേക്ക് പ്ലേസ് ചെയ്തു അലോങ് വിത്ത് ഇറ്റ്സ് അഡ്രസ് ഇൻഫർമേഷൻ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അടുത്ത ഇൻസ്ട്രക്ഷനെ നോക്കും. അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ്. സോ അതൊരു വാലിഡ് ആണോ, അതെ, അതിന് കറസ്പോണ്ടിട്ടുള്ള ഹെക്സാഡെസിമൽ കോഡുണ്ട് ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇൻസ്ട്രക്ഷനെ നമുക്ക് നമ്മളുടെ ഇൻറ്റർമീഡിയറ്റ് ഫയലിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്യാം. ആ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ചുമ്മാതെ എഴുതിയാൽ പോരാ, നമുക്ക് എന്ത് വേണം, വി നീഡ് ദ അപ്ഡേറ്റഡ് ലൊക്കേഷൻ കൗണ്ടർ വാല്യൂ. ഓക്കെ, അവിടെ ആയിരിക്കും എവിടെയാണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ പ്ലേസ് ആവുന്നത് നമുക്കറിയണം ആണല്ലോ. സോ നമുക്കറിയാം SIGBAR-XEയിലുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും എന്താണ്, ആക്ച്വലി ഒരു 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 3 ബൈറ്റാണ് നമ്മളുടെ ലൊക്കേഷനിൽ വരുന്ന അപ്ഡേഷൻസ്. അപ്പോൾ 1000 നിൽക്കുന്ന സമയത്ത് 1000 + 3 നമുക്ക് എന്ത് കിട്ടും, 1003ൽ നമുക്ക് എന്ത് ചെയ്യും, അടുത്ത ഇൻസ്ട്രക്ഷൻ പ്ലേസ്ഡ് ആവും. സോ 1003ൽ അടുത്ത ഇൻസ്ട്രക്ഷൻ പ്ലേസ്ഡ് ആയി. അത് നമ്മൾ അങ്ങനെ തന്നെ എഴുതി വെച്ചു, കുഴപ്പമില്ല. സോ നെക്സ്റ്റ് വരുന്നത് എന്താണ്, STA ഗാമ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഗാമയുടെ വാല്യൂ നമ്മൾ ഇവിടുന്ന് നമുക്ക് വാല്യൂവിനെ എന്ത് ചെയ്യണം, വേരിയബിളിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യണം. സോ സ്റ്റോർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി ഒരു വാലിഡ് ഇൻസ്ട്രക്ഷനാണ്. ദെൻ വാട്ട് വിൽ ഹാപ്പൻ, അതൊരു വാലിഡ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ അങ്ങനെ തന്നെ കോപ്പി ചെയ്യും അലോങ് വിത്ത് നമ്മളെവിടെ തന്നെ സ്റ്റോർ ചെയ്യുന്നുള്ള അഡ്രസ് ഇൻഫർമേഷൻ. ഓക്കെ, സോ 1003 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ എന്താണ്, ഒരു 3 ബൈറ്റ് ഇൻസ്ട്രക്ഷനാണ്. സോ നമുക്ക് 3 ബൈറ്റ് അഡ്വാൻസ് ചെയ്യണം. സോ 1006ലേക്ക് നമ്മൾ മൂവ് ചെയ്യും. ഓക്കെ, സോ 1006ൽ നമ്മൾ അടുത്ത ഇൻസ്ട്രക്ഷനെ നമ്മൾ പ്ലേസ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ ഇവിടെയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്, ഓപ്പ് കോഡ്സ് മാത്രമാണ് ഈ സെക്ഷനിൽ വന്നിരിക്കുന്നത്. അവിടെ ഒന്നും നമുക്ക് എന്തിനെ കാണാൻ പറ്റിയില്ല, ലേബൽസ് ഇല്ലായിരുന്നു, ഇതിനൊന്നും ലേബൽസ് ഇല്ലായിരുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ട, ഈ 3 ഇൻസ്ട്രക്ഷൻസിനെ അല്ലെങ്കിൽ ഈ 3 ലൈൻസിനെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്തും നമുക്ക് ആരെ പറ്റി ബോധർ ചെയ്യേണ്ട, സിമ്പിൾ ടേബിളിന് അപ്ഡേഷൻസ് ഒന്നും ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ?
ഓക്കെ. അതിനുശേഷം നമ്മൾ അടുത്ത് പിന്നെ കാണുന്നത് എന്താണ്, ഒരു ലേബൽ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ലേബൽ എൻകൗണ്ടർ ചെയ്തു. പിന്നെ കാണുന്നത് എന്താണ്, ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഓപ്പ് കോഡ് അല്ല. അപ്പോൾ നമുക്ക് നമ്മൾ എന്ത് ചെയ്യും, അതിനെ അങ്ങനെ തന്നെ എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് എടുത്ത് കൊടുത്തു. അപ്പോൾ ഒരു ലേബലിനെ ഫോളോ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു മീൻസ് സ്പെസിഫിക്കേഷൻ, ദാറ്റ് ഈസ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നമ്മുടെ മെമ്മറിയിലേക്ക് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനാണ്, അല്ലെ ഡയറക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂവിനെ അല്ലെങ്കിൽ ആ ഒരു ലേബലിനെ നമ്മളിവിടെ പ്ലേസ് ചെയ്യണം. നമ്മുടെ ലേബൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സിമ്പിൾ ടേബിളിലേക്ക് നമുക്കതിനെ കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ലൈൻ ഓഫ് കോഡ് അങ്ങനെ തന്നെ കോപ്പി എടുത്ത് എവിടെ കൊടുത്തു, ഇൻ്റർമീഡിയറ്റ് ഫയലിൽ കൊടുത്തു, എലോങ് വിത്ത് ഇറ്റ് അപ്ഡേറ്റഡ് അഡ്രസ് ഇൻഫർമേഷൻ, അല്ലേ. സോ അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് 06 അവിടെ നമുക്ക് എന്ത് ചെയ്യണം, 3 ബൈറ്റ് അഡ്വാൻസ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യും, 1009 സോ 1009 ആണുള്ളത്. അപ്പോൾ നമ്മൾ സിമ്പിൾ ടേബിളിലേക്ക് ലേബലിനെ പ്ലേസ് ചെയ്യുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ അഡ്രസ്, ലേബലിൻ്റെ അഡ്രസ് ഇൻഫർമേഷൻ കൂടെ നമ്മൾ പ്ലേസ് ചെയ്യണം. സോ ആൽഫ പ്ലേസ് ആയിരിക്കുന്നത് എവിടെയാണ്, 1009 സോ നമ്മളത് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തു. ദെൻ അടുത്ത് നമ്മൾ കാണുന്നത് എന്താണ്, ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ബീറ്റ വേർഡ് 4. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒപ്കോ ടേബിളിനകത്തുണ്ടോ സംഭവം, ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു സിമ്പലാണ് വന്നിരിക്കുന്നത്. ആ സിമ്പലിനെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സിമ്പിൾ ടേബിളിലേക്ക് പ്ലേസ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്തു, ബീറ്റ വേർഡ് 4 അങ്ങനെ തന്നെ കോപ്പി ചെയ്തു. സോ നമ്മളുടെ ഇതെല്ലാം 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻസ് ആയതുകൊണ്ട് 3 ബൈറ്റ് വേണം, അല്ലെങ്കിൽ 3 പൊസിഷൻസ് വേണം എന്ത് ചെയ്യാനായിട്ട്, അഡ്വാൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ 9 നിൽക്കുന്ന സമയത്ത് 9 + 1 കൊടുക്കുമ്പോൾ എന്താവും, എ ആകും. പിന്നെ അത് ബി ആകും. 3 പൊസിഷൻ ആകുമ്പോഴേക്കും അത് എന്തായി മാറും, സി ആയി മാറും. സോ നമുക്കിനി അപ്ഡേറ്റ് ചെയ്യേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 100C. സോ 10Cയിലാണ് ബീറ്റ വേർഡ് 4നെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. സോ ബീറ്റ വേർഡ് 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 100C അത് കൊടുത്തു. നെക്സ്റ്റ് കാണുന്നത് എന്താണ്, ഒരു ലേബലുണ്ട്, ദാറ്റ് ഈസ് ഗാമ. സോ നമുക്ക് ആ ലേബലിനെ എവിടെ ഇൻക്ലൂഡ് ചെയ്യാം, നമ്മുടെ സിമ്പിൾ ടേബിളിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം, എലോങ് വിത്ത് ഇറ്റ് അപ്ഡേറ്റഡ് അഡ്രസ് ഇൻഫർമേഷൻ. സോ സി മാറി എന്തായി മാറും, ഡി ആവും, ഇ ആവും, എഫ് ആകും, അല്ലേ. സോ 3 ബൈറ്റ്സ് അഡ്വാൻസ് ചെയ്തു. സോ 100Fൽ ഗാമയെ നമ്മൾ പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നോക്കിക്കേ, നമ്മുടെ പ്രോഗ്രാമിലുള്ള എല്ലാ കോഡ്സും എന്തായിട്ടുണ്ട്, എല്ലാ ലൈൻസും എവിടെ പ്ലേസ്ഡ് ആയി, നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ഫയലിലേക്ക് പ്ലേസ്ഡ് ആയി. അവിടെ ഒരാളെ മാത്രം നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. വാട്ട് ഈസ് ദാറ്റ്, നമ്മുടെ ലൊക്കേഷൻ കൗണ്ടർ അല്ലെങ്കിൽ അഡ്രസ് ഇൻഫർമേഷൻ കൂടെ നമ്മളിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ബേസ്ഡ് ഓൺ ദിസ് നമ്മൾ എന്ത് ചെയ്തു, സിമ്പിൾ ടേബിൾ നമ്മൾ ജനറേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ ഈ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ എന്താവും, 100Fൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, 3 പൊസിഷൻസ് നമുക്ക് എന്ത് ചെയ്യണം, അഡ്വാൻസ് ചെയ്യണം. ഓക്കെ, സോ 100Fനെ 3 പൊസിഷൻ അഡ്വാൻസ് ചെയ്യുമ്പോഴേക്കും എന്തായി മാറും, എഫ് കഴിഞ്ഞിട്ട് എന്തായി മാറും, അത് എന്തായി മാറും, 1012 അല്ലേ. സോ 1012 ആയിട്ടത് മാറും. ഓക്കെ, 00 എഫ് കഴിയുമ്പോഴേക്കും എന്താണ്, 000, അതായത് 100F കഴിയുമ്പോഴേക്കും അത് എന്തായി മാറും, 10101011012 ഇങ്ങനെയല്ലേ അപ്ഡേഷൻസ് വരിക. സോ 3 പൊസിഷൻസ് അഡ്വാൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളവിടെ വന്ന് നിൽക്കും 1012. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ എന്തായിരിക്കും, 1012. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഈ ഫൈനലി ഈ ഒരു ലാസ്റ്റ് സെഗ്മെൻറ്റ് ഓഫ് കോഡിൻ്റെ എക്സിക്യൂഷൻ കഴിയുമ്പോഴേക്കും നമ്മുടെ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ അപ്ഡേറ്റഡ് വാല്യൂ. ഓക്കെ, എന്നിട്ട് ഫൈനലി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രോഗ്രാം എൻഡപ്പ് ചെയ്യും. ആ എൻഡിനെ നമ്മൾ അങ്ങനെ തന്നെ കോപ്പി ചെയ്യും. അപ്പോൾ സ്റ്റാർട്ടിൻ്റെ സെഷനും എൻഡിൻ്റെ സെഷനും അതേപോലെ തന്നെ നമ്മളവിടെ യൂസ് ചെയ്യും, ഇൻ്റർമീഡിയറ്റ് ഫയലിലേക്ക് നമ്മൾ കോപ്പി ചെയ്ത് വെക്കും. ഓക്കെ, ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ അതിനെ കോപ്പി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം, അഡ്രസ് ഇൻഫർമേഷനും കൂടെ എടുക്കണം. ഇപ്പം നമ്മൾ ഇറങ്ങിയ സമയത്ത് ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചതിന് ഒരു റീസൺ ഉണ്ട്. ബിക്കോസ് നമ്മൾ അതായത് നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഫയലുണ്ട്, സിമ്പിൾ ടേബിളുണ്ട്, എലോങ് വിത്ത് ദാറ്റ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ സൈസ് ഇൻഫർമേഷനും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പാസ് 1 കഴിയുമ്പോഴേക്കും നമ്മൾ ജനറേറ്റ് ചെയ്യണം. ഓക്കെ, സോ ടോട്ടൽ സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പ്രോഗ്രാമിൻ്റെ ബിഗിനിങ് എവിടെ നിന്നായിരുന്നു, 1000 നിന്നായിരുന്നു തുടങ്ങിയത്, എവിടം വരെ പോയി, 1012 വരെ പോയി. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എത്ര ടോട്ടൽ എടുത്തിട്ടുണ്ടെന്ന് അറിയാം, ലെങ്ത്ത് 1012 മൈനസ് 100. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1012 മൈനസ് 1000 എന്ത് കിട്ടും, നമുക്ക് ആൻസർ 12 കിട്ടും, അല്ലേ, 0012. സോ ദിസ് ഈസ് ദ സൈസ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ കോഡ്. ഓക്കെ, അപ്പോൾ ഈ അഡ്രസ് ഇൻഫർമേഷനും കൂടെ എന്ത് ചെയ്യണം, പാസ് 1 ജനറേറ്റ് ആവുന്നുണ്ട്. സോ അപ്പോൾ എന്തൊക്കെ ഔട്ട്പുട്ട്സ് കിട്ടുക, ഇൻ്റർമീഡിയറ്റ് ഫയലുണ്ട്, സിമ്പിൾ ടേബിളുണ്ട്, എലോങ് വിത്ത് ദാറ്റ് എന്താണ്, സൈസ്. ഓക്കെ, പ്രോഗ്രാമിൻ്റെ സൈസ്. ഓക്കെ, അപ്പോൾ ഇനി ഇതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഒരു അൽഗരിതമായിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത്. സിമ്പിൾ അല്ലേ, ഒരുപാട് കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ എളുപ്പമാണ് ഈ സെഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പാസ് 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള അൽഗരിതമിക് സെക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇൻപുട്ട് ലൈനെ റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഓപ്പ് കോഡിൻ്റെ സൈഡിൽ ആരെ കണ്ടു, സ്റ്റാർട്ടിനെ കണ്ടു. സോ നമ്മുടെ പ്രോഗ്രാം നോക്ക്, ഇങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം ഇരിക്കുന്നത്. അവിടെ ഓപ്പ് കോഡിൻ്റെ സെഷനിൽ നമ്മൾ ആരെ കണ്ടു, സ്റ്റാർട്ടിനെ കണ്ടു. ലേബലിലല്ല നമ്മൾ കാണുന്നത്, ഓപ്പ് കോഡിൻ്റെ സെഷനിലാണ് ആരെ കണ്ടത്, സ്റ്റാർട്ടിനെ കണ്ടത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ സ്റ്റാർട്ടിൽ നിന്നുള്ള വാല്യൂ, അല്ലേ,
ആ സ്റ്റാർട്ട് എന്നുള്ള വാല്യൂ ആയിരിക്കണം നമ്മുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സായിട്ട്, അല്ലെങ്കിൽ അതായത് സ്റ്റാർട്ടിനെ ഫോളോ ചെയ്തുകൊണ്ടുള്ള സ്റ്റാർട്ടിൻ്റെ ഓപ്പറാൻഡ് നമ്മളിങ്ങനെ എഴുതിയിരിക്കുന്നത് പ്രോഗ്രാം 1 സ്റ്റാർട്ട് 1000 അല്ലേ, ഇങ്ങനെയല്ലേ എഴുതിയിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പറാൻഡ്, അതായത് ഈ അഡ്രസ് ഇൻഫർമേഷൻ ആയിരിക്കും, അതായത് സ്റ്റാർട്ടിങ് അഡ്രസ്സായിട്ട് കൊടുക്കുന്നത് എന്തായിരിക്കും, സ്റ്റാർട്ടിൻ്റെ ഓപ്പറാൻഡ് ആയിരിക്കും. സ്റ്റാർട്ടിൻ്റെ ഓപ്പറാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റാർട്ടിനെ ഫോളോ ചെയ്തിരിക്കുന്ന വാല്യൂ എന്താണ്, 100. സോ ഇതായിരിക്കും നമ്മുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മളിങ്ങനെ എടുത്ത് വയ്ക്കുന്നത്, ടോട്ടൽ പ്രോഗ്രാമിൻ്റെ സൈസ് നമുക്ക് വേണ്ടേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ അഡ്രസ്സിനെ നമ്മൾ ബാക്ക് ചെയ്യണം, കാര്യം ഇതിനി മാറാൻ പോവുക അല്ലേ. എന്നിട്ട് ഈ അഡ്രസ് വാല്യൂ തന്നെ നമ്മൾ ആർക്കും കൊടുക്കും, ലൊക്കേഷൻ കൗണ്ടറിലേക്കും കൊടുക്കും. ആർക്ക് കൊടുക്കും, ലൊക്കേഷൻ കൗണ്ടറിലേക്ക് കൊടുക്കും. ഓക്കെ, ലൊക്കേഷൻ കൗണ്ടറിൻ്റെ കയ്യിലും ഇത് കൊടുക്കും. സ്റ്റാർട്ടിങ് അഡ്രസ് എന്നുള്ളൊരു വേരിയബിളിൻ്റെ കയ്യിലും എന്ത് ചെയ്യും, ഈ വാല്യൂ കൊടുക്കും. ഇങ്ങനെ നമ്മൾ രണ്ടിടത്ത് ബാക്കപ്പ് ചെയ്യേണ്ട ആവശ്യം എന്താണ്, ലൊക്കേഷൻ കൗണ്ടർ ഇനി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ എന്തുവാ, 1012 ആണ്. അപ്പോൾ നമുക്ക് ഇറങ്ങി കഴിയുമ്പോൾ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂവും ഇനീഷ്യലി നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത വാല്യൂവും വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു വേരിയബിളിലേക്ക് അതിനെ ബാക്കപ്പ് ചെയ്ത് വെക്കുന്നത്. മനസ്സിലാവുന്നില്ല, നമ്മൾ സാധാരണ സെർച്ചിങ് ഒക്കെ ചെയ്യുമ്പോഴേക്കും നമ്മളങ്ങനെ ചെയ്യാറില്ലേ, ഒരു വാല്യൂ ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കില്ലേ, അതേപോലെ. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു, ആ ഫസ്റ്റ് ലൈനെ നമ്മൾ ഇൻറ്റർമീഡിയറ്റ് ഫയലിലേക്ക് അങ്ങനെ തന്നെ കോപ്പി ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ നെക്സ്റ്റ് ഇൻപുട്ട് ലൈനിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെയല്ല, നമുക്ക് ശരിക്കും അവിടെ ഒരു സ്റ്റാർട്ടിംഗ് ലേബൽ അല്ല ഓപ്പ് കോഡിനകത്ത് സെക്ഷനിൽ സ്റ്റാർട്ട് അല്ല വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ എന്താക്കി കൊടുക്കും, 0 ആക്കി കൊടുക്കും. അതായത് ഈ ഒരു നോർമൽ ഈ ഒരു പ്രോസസ്സിലായിരിക്കത്തില്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഇൻറ്റർമീഡിയറ്റ് സെഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ 0 ആക്കി കൊടുത്തിട്ട് നമ്മൾ അത് എക്സ്പെൻഡ് ചെയ്ത് പോകും. ഓക്കെ, ഇനിയാണ് നമ്മുടെ ആക്ച്വൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സിക്യൂഷൻ നടക്കുന്നത്. നമ്മുടെ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ഓപ്പ് കോഡിനെ അല്ലെങ്കിൽ ആ കോഡിംഗ് സെക്ഷനെ നമ്മൾ അനലൈസ് ചെയ്യണം. എപ്പോൾ വരെയാണ്, അണ്ടിൽ വി ആർ എൻകൗണ്ടറിങ് ആൻ എൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, ഒരു എൻഡ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കാണുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിനി നേരത്തെ ചെയ്ത ആ ഒരു കോപ്പിങ് പ്രോസസ്സും അഡ്രസ് അറ്റാച്ച്മെൻറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ മൂവ് ചെയ്യുവാണ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ കമൻറ്റ് ലൈൻ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് വി ക്യാൻ എക്സ്പെക്ട് കമൻറ്റ് ലൈൻസ് ഓൾസോ, ആക്ച്വൽ ലൈൻ ഓഫ് കോഡും കമൻറ്റ്സും ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ എൻഡിൽ എത്തിയിട്ടില്ല, അതൊരു കമൻറ്റ് ലൈനും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോസസ്സ് ചെയ്യേണ്ട സെക്ഷനാണ് ഇനിയുള്ളത്, നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം റൈറ്റ് ലൈൻ ടു ഇൻറ്റർമീഡിയറ്റ് ഫയൽ അലോങ് വിത്ത് ലൊക്കേഷൻ കൗണ്ടർ, ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂയും കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇൻറ്റർമീഡിയറ്റ് ഫയലിലേക്ക് റൈറ്റപ്പ് ചെയ്യുക. ഓക്കെ, റൈറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ലൊക്കേഷൻ കൗണ്ടറിനെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഓക്കെ, ഇഫ് ദർ ഇസ് എ സിമ്പിൾ ഇൻ ദ ലേബൽ ഫീൽഡ്, ഒരു സിമ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, സിമ്പിൾ ടേബിളിലേക്ക് നമ്മളതിനെ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, സിമ്പിൾ ടേബിളിൽ ശരിക്കും റെപ്പറ്റീഷൻസ് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എന്താ ചെയ്തതെന്ന്, നമ്മൾ ഒരു സെർച്ച് സിമ്പിൾ ടേബിൾ ഫോർ ലേബൽ, ഒരു ലേബലുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അതിനെ സിമ്പിൾ ടേബിളിൽ സെർച്ച് ചെയ്ത് നോക്കും. ഇത് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താണ്, ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിമ്പിളാണ് വന്നിട്ടുള്ളത്, അതൊരു എററാണ്. മനസ്സിലാവുന്നുണ്ട്, അതായത് ഒരു വേരിയബിളിനെ തന്നെ നമ്മുടെ സെയിം പ്രോഗ്രാമിൽ വീണ്ടും യൂസ് ചെയ്യാൻ പാടില്ല. ഇവിടെ നമുക്ക് ആൽഫ എന്നുള്ളൊരു വേരിയബിളിനെ വൺസ് നമ്മുടെ പ്രോഗ്രാമിൽ വരാൻ പാടുള്ളൂ. അത് എഗെയിൻ നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് പോകുന്ന സമയത്ത് ആൽഫ ഓൾറെഡി സിമ്പിൾ ടേബിളിൽ പ്ലേസ്ഡ് ആണെങ്കിൽ വാട്ട് ഇസ് ദാറ്റ് മീൻ, വി ആർ റീയൂസിങ് ദ സെയിം വേരിയബിൾ വിത്തിൻ ദ സെയിം പ്രോഗ്രാം. അത് നമുക്ക് ഒരിക്കലും അലൗഡ് അല്ല, നമുക്കറിയാമല്ലോ, ഇത് പ്രോഗ്രാമിംഗ് റൂളാണ്. അപ്പോൾ സെയിം കണ്ടീഷൻ തന്നെ എവിടെയുണ്ട്, നമ്മുടെ അസംബ്ലി ലാംഗ്വേജിലും ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആൽഫ അല്ലെങ്കിൽ ഒരു വേരിയബിളിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒറ്റ തവണ വരെ നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ പ്രോഗ്രാമിൽ വരാൻ പാടുള്ളൂ. അത് നമ്മൾ എൻഷുർ ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ മൾട്ടിപ്പിൾ എൻട്രീസ് വിത്തിൻ ദ സിമ്പിൾ ടേബിൾ ഒരിക്കലും അലൗഡ് അല്ല. ദാറ്റ് മീൻസ് വി ക്യാൻ യൂസ് എ സിമ്പിൾ or a variable just once in a program. അത്രയേ ഉള്ളൂ. ഓക്കെ, കൺഫ്യൂഷൻസ് ഉണ്ടോ അതിനകത്ത്, ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, സിമ്പിൾ ടേബിളിൽ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ റെപ്പറ്റീഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊരു എറർ മെസ്സേജായിട്ട് കൺസിഡർ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ വി ക്യാൻ ഇൻസേർട്ട് ദ ലേബൽ അലോങ് വിത്ത് ഇറ്റ്സ് ലൊക്കേഷൻ കൗണ്ടർ ഇൻഫർമേഷൻ ഇൻ ടു ദ സിമ്പിൾ ടേബിൾ. നമ്മൾ ചുമ്മാതെ സിമ്പിളിനെ എടുത്ത് എഴുതിയാൽ മതിയോ, നമ്മൾ എന്ത് ചെയ്യണം, insert the label in the symbol table along with what its location information, that is location counter value, into the symbol table. അതാണ് നമ്മൾ സേഫ് ആയിട്ട് സിമ്പിൾസിനെ ഹാൻഡിൽ ചെയ്യുന്ന കേസ് പറഞ്ഞു. ദാറ്റ് ഈസ് ഹൗ ക്യാൻ വി അപ്ഡേറ്റ് ദ സിമ്പിൾ ടേബിൾ. സിമ്പിൾ ടേബിളിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. സിം ടാബ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്തു. അതിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട എന്താ, ഓപ്പ് കോഡിനെ മാനേജ് ചെയ്യണം അല്ലേ. സോ സെർച്ച് ഫോർ ഫോർ ഓപ്പ് കോഡ്. നമ്മൾ ഓപ്പ് ടേബിളിൽ നമ്മൾ ഓപ്പ് കോഡിന് വേണ്ടി സെർച്ച് ചെയ്യും. അതായത് ഒരു ഓപ്പ് കോഡ് വാലിഡ് ആണെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി ദെയർ ഇൻ ദിസ് ഓപ്പ് ടേബിൾ. അത് നമുക്കറിയാം. ഈ ഫൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. സോ നമുക്കതിനെ ഡയറക്റ്റായിട്ട് നമ്മുടെ ഇൻറ്റർമീഡിയറ്റ് ഫയലിലേക്ക് പേസ്റ്റ് ചെയ്യാം അലോങ് വിത്ത് വാട്ട് ഇറ്റ്സ് അഡ്രസ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അഡ്രസ് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം, ലൊക്കേഷൻ കൗണ്ടർ +3 കൊടുക്കണം. ഒരു നോർമൽ ഇൻസ്ട്രക്ഷൻ നമ്മൾ കണ്ടിട്ടുള്ള ഇപ്പോൾ ആഡ് സബ് മൾട്ടൊക്കെയില്ലേ, ആഡ് സബ്
മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ നോർമൽ ഓപ്പറേഷൻസിനെല്ലാം എന്ത് ചെയ്യണം 3 ബൈറ്റ്സ് വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും ആണല്ലോ. അപ്പോൾ ഇത് കൂടാണ്ട് നമുക്ക് എന്താണ് ഡയറക്റ്റീവ് ഓപ്പറേഷൻസും ഉണ്ട്. ദാറ്റ് ഈസ് നമ്മളുടെ എന്താണ് വേർഡ്, ബൈറ്റ് അല്ലെങ്കിൽ റിസർവ് വേർഡ്, റിസർവ് ബൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ എന്ത് വരാം നമ്മുടെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് കാണാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വരുന്ന ലൊക്കേഷൻ കൗണ്ടറിൻ്റെ അപ്ഡേഷനും കൂടെ നമ്മൾ എന്ത് ചെയ്യണം മെൻഷൻ ചെയ്യണം. അപ്പോൾ ഈ ഫസ്റ്റ് ലൊക്കേഷൻ കൗണ്ടറിൻ്റെ അപ്ഡേഷൻ പറയുന്നത് എന്താണ്, നമ്മുടെ ഓപ്കോഡ് ടേബിളിലുള്ള ഒരു വാല്യൂ ആണെങ്കിൽ ഇങ്ങോട്ട് നോക്ക്, നമ്മുടെ ഓപ്കോഡ് ടേബിളിലുള്ള ലോഡ്, മൾട്ടിപ്ലിക്കേഷൻ, സ്റ്റോർ ഇങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം +3 ഒന്നും നോക്കാതെ നമുക്ക് ആഡ് ചെയ്ത് അങ്ങ് പോവാം. ഓക്കെ, ഇനി നമുക്ക് ചേഞ്ചസ് വരുന്ന എപ്പോഴാണ് നമ്മുടെ പ്രോഗ്രാമിൽ വേർഡ്, റിസർവ് ബൈറ്റ് ഒക്കെ വരുവാണെങ്കിൽ ചേഞ്ചസ് വരും. അതായത് റിസർവ് വേർഡ് എന്ന് പറയുമ്പോഴേക്കും 3 ബൈറ്റാണ്. ഇപ്പോൾ നമുക്ക് റിസർവ് വേർഡ് ഓഫ് സൈസ് 2 ആണ് കൊടുത്തേക്കുന്നത് വെച്ചോ. അപ്പോൾ നമുക്ക് പറയുന്നത് എന്താ, റിസർവ് വേർഡ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, നമ്മൾ നോർമലി പറയുവാണെങ്കിൽ അറേ ഓഫ് സൈസ് 2 ആണ് അല്ലേ. അപ്പോൾ 2 അറേ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എത്ര സൈസ് വേണം, ഒരു അറേക്ക് 3 ബൈറ്റ് വേണം, 2 അറേ ആണെങ്കിൽ എത്ര ബൈറ്റ് വേണം, ടോട്ടൽ 6 ബൈറ്റ്സ് വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ സൈസ് ചേഞ്ച് ഉണ്ട്, മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ലൊക്കേഷൻ കൗണ്ടറിൻ്റെ അപ്ഡേഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, നോർമലി ഉള്ള ഈ ഒരു ഓപ്കോഡിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന നോർമൽ ഓപ്പറേഷൻസ് അലോങ് വിത്ത് ഇങ്ങനെ ഡയറക്റ്റീവ് ഓപ്പറേഷൻസ് ഉണ്ട്. നമ്മൾ വേർഡ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബൈറ്റ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അറേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റിസർവ് വേർഡും റിസർവ് ബൈറ്റും വരുവാണെങ്കിൽ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യം കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം വേണ്ടേ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, നോർമൽ ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ +3 കൊടുത്തു. എൽസ് ഇഫ് ഓപ്കോഡ് ഈസ് ഈക്വൽ ടു ഒരു വേർഡ് ആണെങ്കിൽ നമുക്കറിയാം വേർഡിൻ്റെ സൈസ് എത്രയാണ്, 3 ബൈറ്റ് ആണ്. റിസർവ് വേർഡ് ആണെങ്കിൽ നമുക്കറിയാം ആ റിസർവ് വേർഡിനകത്ത് എത്ര ഓപ്പറാൻസ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ ആണല്ലോ. സോ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു ലൊക്കേഷൻ കൗണ്ടർ +3 ഇൻറ്റു ഓരോ ഓപ്പറാൻറ്റിൻ്റെയും സൈസ്, 3 ഇൻറ്റു ഓരോ ഓപ്പറാൻറ്റിൻ്റെയും സൈസ്. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഈ അടുത്തത് റിസർവ് ബൈറ്റ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ഓരോ ബൈറ്റിനും നമുക്ക് 1 ബൈറ്റ് മതി അല്ലേ. അതായത് ഓരോ റിസർവ് ബൈറ്റ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈറ്റ് മതി. റിസർവ് ബൈറ്റ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ബൈറ്റ് വേണം, മറ്റേ നമുക്ക് 3 ബൈറ്റ് വേണം. അങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മുടെ അഡ്രസ്സിന് വരുന്ന അപ്ഡേഷൻ. മെമ്മറി സൈസൊക്കെ നമുക്കിപ്പോൾ ഓൾറെഡി അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ കൗണ്ടർ ഇസ് ഈക്വൽ ടു ലൊക്കേഷൻ കൗണ്ടർ പ്ലസ് എന്ത് കൊടുക്കുക, നമ്മൾ എന്ത് കൊടുക്കുക, ഓപ്പറാൻഡിൻ്റെ വാല്യൂ കൊടുക്കുക. ഇനി നമ്മൾ നോർമൽ ബൈറ്റ് ആണെങ്കിൽ നമുക്ക് ആ ബൈറ്റിൽ നമ്മൾ എത്ര കോൺസ്റ്റൻസിനെയാണോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതിൻ്റെ ലെങ്ത് ഇൻക്ലൂഡ് ചെയ്യണം. അതിപ്പോൾ നമ്മൾ ABC 3 എണ്ണമാണ് കൊടുക്കുന്നതെങ്കിൽ ഓരോന്നിനും ഓരോരോ ബൈറ്റ് വീതം നമ്മൾ സാധാരണ പറയില്ലേ, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ലൊക്കേഷൻ കൗണ്ടർ പ്ലസ് ലെങ്ത് ഓഫ് കോൺസ്റ്റൻസ് ഇൻ ബൈറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ശരിക്കും വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡിൻ്റെ സൈസ് 3 ആണ്. അത് നോർമൽ വേർഡ് ആണെങ്കിൽ 3 ആണ്. റിസർവ് വേർഡ് ആണെങ്കിൽ നമ്മൾ എത്ര എണ്ണം നമ്മൾ റിസർവ് ചെയ്യുന്നോ അതിൻ്റെ കൗണ്ടറിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞാൽ റിസർവ് വേർഡ് ഓഫ് 3 എത്ര നമുക്ക് ഇൻറ്റു എത്ര നമ്മൾ കൊടുക്കുന്ന സൈസ് കൊടുക്കുക. 1 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, 1 കിട്ടും. ദാറ്റ് ഈസ് ഞാൻ പറയുവാണ് റിസർവ് വേർഡ് ഓഫ് 2 കൊടുക്കുക. റിസർവ് വേർഡ് ഓഫ് 2 എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താണ്, നമുക്ക് 2 അറേ സൈസ് വേണം. അപ്പോൾ ഒരു അറേയുടെ സൈസ് എത്രയാണ്, 3 ബൈറ്റ് ആണ്. സോ 2 അറേ സൈസ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എന്ത് വേണം, 3 ഇൻറ്റു 2 ദാറ്റ് ഈസ് നമുക്ക് എത്ര ബൈറ്റ് വേണ്ടി വരും, 6 ബൈറ്റ്സ് വേണ്ടി വരും. അതേസമയം നോർമലി ഉള്ള നമ്മളുടെ എന്താണ് വേർഡ് അല്ലാണ്ട് ഇത് ഇൻറ്റിജർ, നോർമൽ ഇൻറ്റിജർ ഡബ്ല്യൂയിലും ഇൻറ്റിജർ അറേ റിസർവ് ഡബ്ല്യൂയിലും ക്രിയേറ്റ് ആവും, അതറിയാമല്ലോ. ഇനി നോർമലി ഉള്ള നമ്മുടെ ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യാനോ സ്ട്രിങ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടോ ഹെക്സാ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടോ ആണെങ്കിൽ നമ്മൾ ബൈറ്റ് യൂസ് ചെയ്യും. അപ്പോൾ ബൈറ്റിൽ നമ്മൾ എത്ര ക്യാരക്ടേഴ്സിനെയാണോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അത്രയും സൈസ് നമുക്ക് അഡ്വാൻസ് ചെയ്യേണ്ടി വരും ലൊക്കേഷൻ കൗണ്ടർ. റിസർവ് ബൈറ്റ് ആണെങ്കിൽ ക്യാരക്ടർ അറേ ആണ്. അപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ സൈസ് 1 ബൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ ക്യാരക്ടർ അറേയിൽ ഞാൻ പറയുന്നത് 10 വേണമെന്നുണ്ടെങ്കിൽ 1 ഇൻറ്റു 10 കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ വേർഡിൻ്റെ കാര്യം മാത്രം ഉദ്ദേശിച്ചാൽ മതി. വേർഡിൻ്റെ സൈസ് 3 ആണ്. സോ റിസർവ് വേർഡ് ആകുമ്പോൾ 3 ഇൻറ്റു എത്രയാണോ നമ്മൾ സൈസ് കൊടുക്കുന്നത് ആ അനുസരിച്ചിട്ട് അത് ചേഞ്ച് ആയിക്കോളും. ഓക്കെ, അപ്പോൾ അത്രയും നമ്മൾ ചെയ്തു. അപ്പോൾ ഇതൊന്നും അല്ല നമുക്ക് കിട്ടുന്നതെങ്കിൽ, അതായത് ഓപ്പറേഷണൽ കോഡ് ടേബിളിലുള്ള വാല്യൂ അല്ല, റിസർവ് വേർഡോ റിസർവ് ബൈറ്റോ വെറും ബൈറ്റോ റിസർവ് ബൈറ്റോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു വാല്യൂ അല്ല. സോ വി ക്യാൻ സെറ്റ് ദ എറർ ഫ്ലാഗ്. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു മാനറിൽ നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ലൈനെ നമ്മൾ ഇൻപുട്ട് ചെയ്യണം. എപ്പോൾ വരെ നമ്മൾ ഇൻപുട്ട് ചെയ്യണം, അണ്ടിൽ വി ആർ എൻകൗണ്ടറിങ് ബോട്ട് എൻ എൻ സിമ്പൽ അല്ലേ. എൻ്റെ എന്നുള്ളൊരു ഡയറക്റ്റീവ് കാണുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, ഇത് മാത്രം ആയപ്പോഴേക്കും കഴിഞ്ഞോ, നമുക്കിപ്പോൾ എന്തായി, ഒരു ഇൻ്റർമീഡിയറ്റ് ഫയൽ നമുക്കവിടെ ജനറേറ്റ് ആയി, ഒരു സിമ്പിൾ ടേബിൾ ജനറേറ്റ് ആയി. എലോങ് വിത്ത് ദാറ്റ് വി ഷുഡ് മെൻഷൻ ഓർ വി ഷുഡ് സ്പെസിഫൈ ദ ടോട്ടൽ സൈസ് അല്ലേ, അല്ലെങ്കിൽ പ്രോഗ്രാം ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. പ്രോഗ്രാം ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ലൊക്കേഷൻ കൗണ്ടറിൻ്റെ ഫൈനൽ വാല്യൂ എന്താണോ അതേ മൈനസ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്. പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് എത്രയായിരുന്നു, 100 ആയിരുന്നു. ഈ പ്രോഗ്രാം ഫൈനലി എത്തിയത്, അതായത് ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ലൊക്കേഷൻ കൗണ്ടർ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, 1012 ആണ്. സോ ഇതിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോഴേക്കും വി വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 0012. ദിസ് വിൽ ആക്ട് ആസ് ദ ലെങ്ത് ഓഫ് ദ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഈ ഇൻഫർമേഷൻ ടോട്ടൽ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
പാസ് 1 നിന്ന് ഈ ഇൻപുട്ടാണ് നമ്മൾ ആരിലേക്ക് കൊടുക്കുന്നത്, പാസ് 2 നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പ്രോഗ്രാം ജസ്റ്റ് ഒരെണ്ണം എഴുതി വെക്കുക. അവിടെ നമുക്ക് നോർമൽ ഓപ്പ് കോഡിനെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, അല്ല എങ്കിൽ നമ്മൾ ഡയറക്റ്റീവ്സിനെ എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ഡയറക്റ്റീവ്സിൻ്റെ കേസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, സിമ്പിൾ ടേബിൾസ് അത് നമ്മൾ ഡിഫൈൻ ചെയ്യുവാണ് വേരിയബിൾസിനെ ത്രൂ ദിസ് ഡയറക്റ്റീവ്സ് അല്ലേ. ആ സിമ്പിൾസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം, നമ്മുടെ സിമ്പിൾ ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യണം. ബാക്കിയുള്ള കോണ്ടെക്സ്റ്റുകളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വരുന്ന ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂയും കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഇൻപുട്ട് പ്രോഗ്രാമിനെ റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴേക്കും വി വിൽ ഗെറ്റ് ദ ഇൻ്റർമീഡിയറ്റ് ഫയൽ. ഇനി നോർമലി ഉള്ള ഇൻസ്ട്രക്ഷൻസിൻ്റെ കേസിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്, അതൊരു വാലിഡ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി ദെയർ ഇൻ ദിസ് ഒ പി ടേബിൾ അല്ലേ. ആ ഒ പി ടേബിളിലുണ്ടെങ്കിൽ അതൊരു വാലിഡ് ഇൻസ്ട്രക്ഷൻ ആണ്. സോ വി ക്യാൻ കോപ്പി ദാറ്റ് ഇൻസ്ട്രക്ഷൻ ഇൻ ടു ദിസ് ഇൻ്റർമീഡിയറ്റ് ടേബിൾ അലോങ് വിത്ത് ദ അപ്ഡേറ്റഡ് ലൊക്കേഷൻ കൗണ്ടർ ഇൻഫർമേഷൻ. സോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു സ്റ്റേജ് 1 അല്ലെങ്കിൽ പാസ് 1 ഓഫ് എൻ അസംബ്ലർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. കോൺസെപ്റ്റ് കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കണ്ണുടച്ച് നമുക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പ്രോഗ്രാമിൻ്റെ ലെങ്ത് കമ്പ്യൂട്ട് ചെയ്യുന്ന സെഷൻ കൂടെ ഉണ്ട്, അത് മറന്നു പോകരുത്. അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മളുടെ ഫസ്റ്റ് പാസ് കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ.